الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة وما لهم من ناصرين. فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة وما لهم من ناصرين. ആലു ഇമ്രാൻ 55 ആയത്ത് കഴിഞ്ഞ് 56-ാമത്തെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തത്. 55-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതോർക്കുക, ഈസ, ഞാൻ നിന്നെ പൂർണ്ണമായി ഏറ്റെടുക്കും, നിന്നെ എന്നിലേക്ക് ഉയർത്തും, സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം രക്ഷപ്പെടുത്തും, നിന്നെ പിൻപറ്റിയവരെ ഉയർത്തെഴുന്നേൽപ്പു നാൾ വരെ സത്യനിഷേധികളെക്കാൾ മീതെയാക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ തിരിച്ചുവരവ് എൻ്റെ അടുത്തേക്കാണ്. നിങ്ങൾ ഭിന്നിച്ചിരുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഞാൻ തീർപ്പ് കൽപ്പിക്കും. അതിന്റെ തുടർച്ചയായിട്ട് പറയാണ്, അമ്മല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികൾ, ഫഉഅദ്ദിബുഹും, ഞാൻ അവരെ ശിക്ഷിക്കും, അദാബൻ ശദീദ, കഠിനമായ ശിക്ഷ, ഫിദ്ദുനിയ വൽ ആഖിറ, ഫിദ്ദുനിയ, ദുനിയാവിലും, വൽ ആഖിറ, ആഖിറത്തിലും, വമാലഹും, അവർക്കുണ്ടായിരിക്കുകയില്ല, മിൻ നാസുരീൻ, സഹായികളിൽ നിന്ന് ആരും, അഥവാ സഹായത്തിനാരും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നിഷേധികൾ എന്ന് പറയുന്നത് കൊണ്ട് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും? നിഷേധികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായിട്ട് ആരെയായിരിക്കും? യഹൂദികളാണ്. കാരണം അവരാണല്ലോ ചതിപ്രയോഗത്തിലൂടെ ഈസാ അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ വിചാരിച്ചത്. നിങ്ങൾ അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇവരിങ്ങനെ ചതിപ്രയോഗത്തിലൂടെ കൊന്നുകളയാൻ തീരുമാനിച്ച്, കുരിശിൽ തറക്കാൻ തീരുമാനിച്ച്, ആ കുരിശിൽ തറച്ചു എന്ന് അവർ കരുതി. ഈ ഒരു സംഭവത്തിൽ ആ കുരിശുമരണത്തെ പോലും, കുരിശുമരണം നടന്നിട്ടില്ല, വമാ ഖതലൂഹു വമാ സ്വലബൂഹു, ഖുർആൻ വളരെ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. അവർ കുരിശിൽ തറച്ചിട്ടില്ല, അവർ കൊന്നിട്ടില്ല. പക്ഷെ അവരങ്ങനെ കരുതുന്നു, അവരങ്ങനെ വിചാരിക്കുന്നു, അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അവർ കുരിശു മരണം എന്ന് വിചാരിക്കുന്ന ഒരു സംഗതിയെ വിശുദ്ധമായ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. ആര് കാണുന്നത്? ക്രൈസ്തവർ കാണുന്നത്. അവര് ചിഹ്നം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ഒരു സംഗതിയാണത് എന്നുള്ളത്. കാരണം പിന്നെ ഇപ്പോ നമ്മളെ വാപ്പനെ ഒരാൾ കത്തിയെടുത്ത് കുത്തി കൊന്നാല് നമ്മൾ ആ കത്തിന്റെ രൂപം ഉണ്ടാക്കി മാലയിട്ട് നടക്കുവോ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൊല്ലപ്പെടാൻ കാരണമായ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. അപ്പൊ വെടിയുണ്ട ഗാന്ധിയന്മാർക്ക് ഒരു വലിയൊരു ബഹുമാനമുള്ളൊരു കാര്യമായിട്ട് വരും ഉണ്ടല്ലോ. അത് വളരെ ലളിതമായ ഒരു യുക്തിയല്ലേ, ഒരു സംഗതിയല്ലേ കുരിശിൽ തറച്ചു. ഇനി കുരിശു മരണം സന്തോഷത്തോടെ സ്വീകരിച്ചതാണെങ്കിലോ അങ്ങനെയല്ല. അതിൽ തന്നെ പറയുന്നത് കുരിശും കൊണ്ട് ഓടി എന്നും, പിന്നെ എന്താ പറയാ, പിന്നെ വളരെ വിലപിച്ചു എന്നും, നീ എന്നെ കൈവിട്ടല്ലോ എന്ന് പറയുന്നുണ്ട്.
അതേപോലെ പിന്നെ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്ക് അറിയുന്നില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ അപ്പൊ ഒരു വിഷമമുള്ള കാര്യമായിട്ട് തന്നെയാണല്ലോ അതിൽ പറയുന്നത്. അതാണ്. അപ്പോ ഒക്കെ ഭയങ്കര പ്രയാസത്തിലാണല്ലോ അത് ചെയ്തത്. ആ ഒരു സംഗതിയെ ഇവര് എന്ത് ചെയ്യുന്നു, ഒരു ഐക്കണായിട്ട് എടുക്കും. അത് യഥാർത്ഥത്തില് എന്തുമാത്രം കൗതുകതരമായ ഒരു കാര്യം ആണ്. എങ്ങനെ അങ്ങനെ ആണെങ്കിൽ കുരിശും കൊണ്ട് വരുമ്പം തന്നെ വളരെ ഹാപ്പി ആയിട്ടല്ലേ നിൽക്കേണ്ടത്? അതന്നെ, ഹാപ്പി ആയി നിൽക്കണ്ടേ? അതെ, അതാണ് പറയണത്. അതായത് അങ്ങനെ മൊമൽക്ക പറഞ്ഞ പോലെ മൊത്തം പാപികൾക്ക് വേണ്ടിയുള്ള ഒരു സാക്രിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ അദ്ദേഹം അതിനെന്താ ചെയ്യേണ്ടത്? നല്ല സന്തോഷത്തോടു കൂടി, കാരണം ഈ പാപികളെ മുഴുവൻ ഞാൻ രക്ഷപ്പെടുത്തുകയാണല്ലോ എന്നുള്ള നിലക്കല്ലേ നിൽക്കുക. ഭയങ്കര ഹാപ്പി ആയിരിക്കൂലേ? അതെ, അതെ അതെ, അങ്ങനെയാണ് 13 അശുഭ ലക്ഷണമായിട്ട്. അപ്പോ പിന്നെ അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ജൂതന്മാരായ ആളുകളാണ് ഇവിടെ പ്രഥമമായി നിഷേധികൾ എന്ന നിലക്ക് വരുന്നത്. യഹൂദികളാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ. പക്ഷെ അതേ സമയത്ത് അവരിൽ മാത്രം പരിമിതമായ ഒരു കാര്യമല്ല. എല്ലാ കാലത്തെയും എല്ലാ ലോകത്തെയും നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ ലോകത്തും പരലോകത്തും അവർക്ക് ശിക്ഷ ഉണ്ടാകും എന്ന് പറയുന്നു. ഇപ്പൊ യഹൂദികളെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ ലോകത്ത് ഇപ്പോഴും യഹൂദികളാണല്ലോ മേലെ നിൽക്കുന്നത്. രണ്ട് കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, ഒരു സമൂഹത്തിന്റെ പൊതുവിലുള്ള അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഏതോ ഒരു ചെറിയ പീരീഡിൽ ഒരു അപവാദം ഉണ്ടാവുകയില്ല എന്നർത്ഥമല്ല. ഏതോ ഒരു പീരീഡിൽ, കുറഞ്ഞ ഒരു സമയത്ത് അതിൻ്റെ ഒരു അപവാദമൊക്കെ ഉണ്ടാവാം. ആ അപവാദം പോലും ഒരു വലിയ സർവനാശത്തിന്റെ മുമ്പിലും സമീപത്തൊക്കെ ആയിരിക്കാം. ഒന്നത്. രണ്ടാമത്തത്, നമ്മൾ പുറമേക്ക് ഇവർ വലിയ ആളുകളാണ്, വലിയ നിലയിലാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവർ അസ്വസ്ഥരാണ്. മനുഷ്യന്റെ സമാധാനം എന്ന് പറയുന്നതാണല്ലോ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത്. അതെ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ്, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ പൊളിഞ്ഞ കാര്യമാണ്. അവരുടെ ചാരക്കണ്ണുകൾ ഭയങ്കരാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് ഫാന് കൊണ്ട് ഇതുണ്ടാക്കിയിട്ട് പോയത് വരെ അവര് കണ്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ പിന്നെ അവര് അസ്വസ്ഥരാണ്, അവര് പ്രയാസപ്പെട്ട് കഴിയുകയാണ്. മറ്റുള്ളവര് തിന്നാനും കുടിക്കാനും ഇല്ല, ചികിത്സിക്കാൻ സ്ഥലമില്ല, ഒന്നുമില്ലാതിരിക്കുമ്പോൾ പോലും അവരുടെ മുഖം പ്രസന്നമാണ്. അതേസമയത്ത് ഇവര് എല്ലാം ഉണ്ടായിരിക്കെ ഒന്നുമില്ലാത്തവരെ പോലെ പ്രയാസപ്പെട്ട് കഴിയും. അപ്പോ അങ്ങനെയുള്ളൊരു സംഗതി. ഇനി മൊത്തം നിഷേധികളാണെങ്കിൽ അവർക്കുള്ള സംഗതി ഇങ്ങനെ തന്നെയാണ്. അവരുടെ പരമാവധി ശിക്ഷ അവർക്ക് പരലോകത്ത് കിട്ടും. അപ്പൊ ചൂണ്ടയിൽ കുത്തുന്ന ഒരു മത്സ്യം തന്റെ ഇരയെ കിട്ടിയ സന്തോഷത്തില് ചൂണ്ടയും വലിച്ചു ഓടുന്നത് പോലെയാണ്. മത്സ്യം വിചാരിക്കുന്നത് എനിക്ക് വലിയ മുഴുത്ത ഇരയെ കിട്ടിയിരിക്കുന്നു, നല്ല ഞാഞ്ഞൂലിനെ കിട്ടിയിരിക്കുന്നു എന്നാണ്. അതിങ്ങനെ പെടയുമ്പോ എന്നെ ഞാൻ ശരിയായി തരാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് തന്നെ ഒരു വലിയ കൊളുത്തിൽ കുരുത്ത് കിടക്കുകയാണ്. ആ ഇര ആ ഞാഞ്ഞൂലിനെ തിന്നുക എന്നുള്ളത് പോലും സാധിക്കൂല. അപ്പോഴേക്ക് എന്താവും? അണ്ണാക്കിൽ വലിയ കുരുക്ക് വരാൻ പോവാണ് എന്ന് ഈ മത്സ്യത്തിന് അറിയൂല. ബുദ്ധിയുള്ള, തന്ത്രശാലിയായ, കഴിവുള്ള ഒരു ചൂണ്ടൽ മത്സ്യബന്ധനക്കാരൻ എന്ത് ചെയ്യും? മത്സ്യം ചൂണ്ടയിൽ കൊത്തിയാൽ അല്പം അയച്ചു കൊടുക്കും. പെട്ടെന്ന് വലിക്കൂല. അയച്ചു കൊടുക്കുന്നത് എന്തിനാണ്? ആ പിടുത്തം നന്നായിട്ട് മുറുകാനാണ്. അപ്പൊ ഈ അയച്ചു കൊടുക്കുമ്പോ മത്സ്യം വിചാരിക്കുന്നത് കിട്ടിപ്പോയി എന്നാണ്. പക്ഷെ കുടുങ്ങിപ്പോയി എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ദുനിയാവില് ഭയങ്കരമായ നേട്ടങ്ങൾ ഉണ്ടെന്നും ഭൗതികമായി ഞങ്ങൾ വിജയിച്ചു എന്നും ഞങ്ങൾക്കിതാ എല്ലാം കിട്ടിയെന്നും വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുകയല്ല ചെയ്യുന്നത്. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് പണി കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ പുതിയ ഭാഷയാണ്. പണ്ട് പണി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം.
ഇനി وأما الذين آمنوا وعملوا الصالحات وأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين. അമ്മല്ലദീന ആമനു ഖുർആനിന്റെ ഒരു ശൈലിയാണ്. നരകത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തെ കുറിച്ച് പറയും, നന്മയെ കുറിച്ച് പറയുമ്പോൾ തിന്മയെ കുറിച്ച് പറയും, ഇഹലോകത്തെ കുറിച്ച് പറയുമ്പോൾ പരലോകത്തെ കുറിച്ച് പറയും. അങ്ങനെയുണ്ട്. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ കുഫറിനെ കുറിച്ച്. ഇതിനെ ഒരു വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പറയുന്നത്. അമ്മല്ലദീന ആമനു എന്നാൽ വിശ്വസിച്ച ആളുകളോ വഅമിലു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഫയുവഫീഹിം അവർക്ക് പൂർണ്ണമായി നൽകും ഉജൂറഹും അവരുടെ പ്രതിഫലങ്ങൾ. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ അല്ലാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. ളുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം, അക്രമം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിക്കൽ. ളുൽമ് എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുന്നതിന്റെ പേരല്ല. ളുൽമ് എന്ന് പറയുന്നത് ക്രമം തെറ്റിക്കുന്നതിന്റെ പേരാണ്. ക്രമം രണ്ട് രീതിയിൽ തെറ്റിക്കാം. ഇപ്പോ ഈ ഫോണ് താഴത്തേക്ക് വീണു പോയാൽ അവിടുന്ന് എടുത്ത് ഇവിടെ തന്നെ വെക്കുക എന്ന് പറയുന്നത് ഒരു ക്രമം തെറ്റിക്കലാണ്. ഏത് രീതിയിൽ? താഴത്തുള്ള സാധനത്തിനെ മാറ്റുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ അത് നല്ല ഒരു മാറ്റാണ്. കാരണം അത് വെക്കേണ്ട സ്ഥാനത്തേക്കാണ് വെക്കുന്നത്. അതേസമയം ഇതിനെ തട്ടി താഴേക്കിടുന്നത് അക്രമമാണ്. കാരണം എന്താണ്? അത് വെക്കേണ്ടിടത്തേക്കല്ല നമ്മൾ വെക്കുന്നത്. ഇത് വ്യക്തികളെ ആണെങ്കിലും സ്ഥാപനങ്ങളെ ആണെങ്കിലും പ്രസ്ഥാനത്തെ ആണെങ്കിലും ആശയത്തെ ആണെങ്കിലും ആദർശത്തെ ആണെങ്കിലും എന്തിനെയാണെങ്കിലും വെക്കേണ്ടിടത്ത് വെക്കുക. ആ വെക്കേണ്ടിടത്ത് വെക്കാതിരുന്നാൽ അതെന്താവും? ളുൽമാകും. അയൽവാസിനെ കാണേണ്ടടുത്ത് അയൽവാസിനെ കാണുക, പെങ്ങളെ കാണേണ്ടടുത്ത് പെങ്ങളെ കാണുക, ഭാര്യനെ കാണേണ്ടടുത്ത് ഭാര്യനെ കാണുക, ഉമ്മനെ കാണേണ്ടടുത്ത് ഉമ്മനെ കാണുക. ഓരോന്നിനും ഓരോ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാം. എന്താണ് വേണ്ടത്? അതാണ് തർത്തീബ്. ആ പ്ലേസ് ചെയ്യുന്നത് തെറ്റിയാൽ വാപ്പനെ വിളിക്കേണ്ട പോലല്ല വാപ്പനെ വിളിക്കണത്, പ്രായമുള്ളവരോട് കാണിക്കേണ്ടതല്ല കാണിക്കുന്നത്. അപ്പോ ആ പ്ലേസ് ചെയ്യുന്നത് തെറ്റിയാൽ അത് ളുൽമാണ്. അള്ളാഹു ലാലിമുകളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വീട്ടിൽ കയറി വരുന്ന ഒരാൾ നമ്മുടെ അതിഥിയാണ്. അയാൾ ഇനി നമ്മളൊരു ചീത്ത പറഞ്ഞാലും അയാൾ നമ്മൾ അതിഥിയാണ്, അയാൾ ആദരിക്കണം. ചില ആളുകൾ അത് മനോഹരമായിട്ട് പ്രാവർത്തികമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്തെല്ലാം പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ ഇന്നലെ പറഞ്ഞു തെറ്റിയ ആളാണെന്ന് വിചാരിക്കേയില്ല. അയാളുടെ ന്യായം എൻ്റെ അതിഥിയാണ് എന്നാണ്. അതെ, അതിഥി ദേവോ. ഇത് യഥാർത്ഥത്തില് അതിഥിയെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. നമ്മളെ വീട്ടിൽ ഒരാൾ കയറി വന്നാൽ അയാൾ നമ്മുടെ അതിഥിയാണ്. അപ്പൊ അയാളെ കൊണ്ട് നമുക്ക് ചെറിയ അടങ്ങിയാറും സംഗതിയൊക്കെ ചിലപ്പോ ഉണ്ടാവും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സംഗതിയിലൊക്കെ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും, ചില സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. അദ്ദേഹത്തിന് പരിഗണന, അദ്ദേഹത്തിന് മുൻഗണന. മുമ്പൊക്കെ വീട്ടിൽ ഒരാൾ കയറി വന്നാൽ ഉള്ള ഭക്ഷണം അയാൾക്ക് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഉള്ള ഭക്ഷണം. അപ്പോ വീട്ടിലേക്ക് ധൈര്യത്തില് ആരെയും കൂട്ടി വരാമായിരുന്നു. ഇന്ന് വീട്ടിലേക്ക് കൂട്ടി വരുന്നതിന് പകരം ഹോട്ടലിലേക്ക് കൂട്ടി പോകും. അങ്ങനെ വീട്ടിലേക്ക് കൂട്ടി പോയാൽ ഓളത്തുനിന്ന് കേൾക്കേണ്ടി വരും വിചാരിച്ചിട്ട് പല ആൾക്കാരും വീട്ടിലേക്ക് കൂട്ടി പോകും. നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് എന്ന് ചോദിക്കണം. എന്ത് പണിയാ ചെയ്തത്? നല്ലൊരു പണിയാണ് ചെയ്തത്. ഇപ്പൊ തൽക്കാലം മുമ്പത്തേക്കാൾ അരി വീട്ടിലുള്ള, ഗ്യാസ് വീട്ടിലുള്ള, ഇൻഡക്ഷൻ കുക്കർ വീട്ടിലുള്ള വേണമെന്ന് വിചാരിച്ചാൽ ഉടനെ കുറച്ചും കൂടി ചോറ് വെക്കാൻ കഴിയുന്ന ഒരു സൗകര്യം മുമ്പത്തേതിനേക്കാൾ ഇപ്പോൾ ഉണ്ടായിട്ടും മുമ്പത്തേതിനേക്കാൾ നമ്മൾ വിശാലമാകുന്നതിന് പകരം മുമ്പത്തേതിനേക്കാൾ നമ്മൾ കുടുസാകും. മുമ്പ് അതിഥികൾക്കായി ഒരു പായ
ആ പായന്റെ അയലുമ്മൽ ഉണ്ടാവുമായിരുന്നു. വിരുന്നുകാർ വന്നാൽ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു പായ. ഇന്ന് ഇഷ്ടംപോലെ റൂമുള്ള സമയത്തും നമ്മള് അങ്ങനെ ഒരാൾ വന്ന് നമ്മള് വീട്ടിൽ കൂടുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, വരുന്ന ആളും പ്രതീക്ഷിക്കുന്നില്ല, തിരിച്ചു പോകാൻ വണ്ടി ഇല്ലാണ്ട് ഒരാളിട്ട് പുരയിൽ വരുന്നുമില്ല. എന്താണ് അതൊക്കെ പിന്നെ നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. അതിലേക്കൊന്നും പോണ്ട, ഞാനൊരു ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അള്ളാഹു ലാലിമുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന വാക്യം നമ്മൾ കൽബിൽ കൊത്തി വെക്കേണ്ടതാണ് എന്ന് മാത്രം പറയാൻ. അപ്പൊ ഉപ്പനോട്, ഉമ്മനോട്, ആങ്ങളയോട്, പെങ്ങളോട് തെറ്റിയാല് നമ്മൾ പല ജാഹിലിയത്തും പറയും. ആ തെറ്റിയ ജാഹിലിയത്താണ് എനിക്ക് അങ്ങനെ പെങ്ങൾ തന്നെയല്ല എന്ന് പറയല്, ഓനിന്റെ ആങ്ങൾ തന്നെയല്ല എന്ന് പറയും, എന്റെ മയ്യത്ത് മുഖം കൂടി കാണണ്ടെന്നൊക്കെ പറയുന്ന ജാഹിലിയത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോ അങ്ങോട്ടൊന്നും പോകരുത്. അപ്പൊ ഓരോരുത്തരെയും വെക്കേണ്ട സ്ഥാനത്ത് വെക്കണം. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടി വെച്ചാലും ശരിയാവില്ല, കുറഞ്ഞു വെച്ചാലും ശരിയാവില്ല. പാകത്തിന് എവിടെയാണോ വെക്കേണ്ടത് അവിടെ തന്നെ വെക്കണം. അല്ലാത്തത് ദുൽമാണ്. തെറ്റിയാല് അതിൻ്റെ ഇത് പൊട്ടിപ്പോവും. പിന്നെ നമ്മളൊരു ചക്രം, പൽചക്രം വെക്കുന്നത് പോലെയാണ്. അത് കറക്റ്റ് അല്ലെങ്കിൽ എന്തായി പോവും, തിരിയുമ്പോ അതിന്റെ പല്ലൊക്കെ പൊട്ടിപ്പോവും. അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അപ്പോ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്കും വിശ്വസിച്ച ആളുകൾക്കും അല്ലാഹു തആല കുറവുകളില്ലാതെ പ്രതിഫലം നൽകും. ഇപ്പൊ നമ്മളാണല്ലോ കൊടുക്കുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ കുറവ് വരിക, പക്ഷെ അള്ളാഹു പ്രതിഫലം നൽകുമ്പോൾ ഒരു കുറവുമില്ലാതെയാണ്, പൂർണ്ണമായ രീതിയിൽ അത് നൽകും. അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. വിശ്വസിക്കുന്നതോടൊപ്പം സൽക്കർമ്മം ചെയ്യണം, സൽക്കർമ്മത്തോടൊപ്പം വിശ്വാസവും ഉണ്ടാകണം. രണ്ട് പരസ്പര പൂരകമാണ്. ഒന്നിന്റെ അഭാവത്തിൽ മറ്റേത് നിലനിൽക്കൂല. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ചില ആൾക്കാരെ കുറിച്ചിട്ട് ചോദിക്കും, ഓലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, ഓൽക്കത് കിട്ടൂലേ? കിട്ടൂല. കാരണം എന്താണ്? അത് കിട്ടണമെന്ന് ഓല തന്നെ ബൂതി വെച്ചില്ല, പിന്നെ നമ്മളെന്തിനാ ഓൽക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഓലെ ബുദ്ധിമുട്ടാക്കുന്നത്? ചില ആളുകൾ പറയുമല്ലോ, ഞാൻ നിഷ്കാമകർമ്മിയാണ്, ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ഞാനിങ്ങനെ ചെയ്യാൻ. നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്തോ കിട്ടും വിചാരിച്ചിട്ട് ചെയ്യാൻ, അപ്പൊ ഞാനല്ലേ മെച്ചം എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. കേട്ടു നോക്കിയാൽ മനോഹരമായ ഒരു വാക്കായിരിക്കും അത്. അല്ലയോ ദൈവവിശ്വാസികളെ, നിങ്ങളൊക്കെ സ്വാർത്ഥന്മാരാണ്, നിങ്ങൾക്ക് പരലോകത്തൊന്നും കിട്ടുന്നു, പഠിച്ചവന്റെ അടുത്ത് കിട്ടും വിചാരിച്ചിട്ട് കൊടുക്കുന്നു. എനിക്ക് ദൈവവിശ്വാസം തന്നെയല്ല, ഞാൻ ദൈവത്തിന് കിട്ടാൻ വേണ്ടി കൊടുക്കുകയല്ല, അപ്പൊ ഞാനല്ലേ മെച്ചം എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് തോന്നും ഭയങ്കര സംഭവമാണല്ലോ അയാൾ പറയണത്. പക്ഷെ ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൂടില്ലാത്ത ബക്കറ്റിലേക്ക് വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്നു, ഒരാൾ നല്ല ബക്കറ്റിലേക്കും കോരി ഒഴിക്കുന്നു. ആരാ മെച്ചം? ഈ ഒഴിക്കുന്ന വെള്ളമാണ് നിലക്കണമെന്ന് വിചാരിച്ചിട്ട് ഓട്ടല്ലാത്ത ബക്കറ്റിൽ ഒഴിക്കുന്നവനാണോ മെച്ചം? അടി തന്നെ ഇല്ലാത്ത ഒരു ബക്കറ്റുമായുള്ള ഒരു കോലം വെച്ചിട്ട് ഞാൻ കോരുന്നത് എടി ഉണ്ടായിക്കോളണമെന്നൊന്നും ഇല്ല വിചാരിച്ച് ഇങ്ങനെ ഒഴിക്കണവനാണോ മെച്ചം? അത് തന്നെയാണ് പ്രശ്നം. അപ്പോ വിശ്വാസം ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാലിഹായ അമലുകളുടെ നിലനിൽപ്പിന് അനിവാര്യമായ കാര്യമാണ്. വിശ്വാസമില്ലാത്ത അമലുകള്, അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു അടിസ്ഥാനം നമുക്ക് തിരിഞ്ഞാൽ കാര്യം മനസ്സിലാവും. വിശ്വാസമുള്ളവന്റെ സൽക്കർമ്മം അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അങ്ങനെയാണ് സൽക്കർമ്മമാകുന്നത്. അല്ലാത്തവന്റെ സൽക്കർമ്മം അവന്റെ മനസ്സിന്റെ തോന്നലുകളാണ്. ഇന്ന് ഇതാ നല്ലതെന്ന് ഓന് തോന്നിയാൽ അന്ന് ഓനത് ചെയ്യും, നാളെ ഓന് അതിനേക്കാൾ നല്ലതെന്ന് തോന്നിയാൽ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. ആ ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നത് അയാളെ സംബന്ധിച്ച് വിഷയമല്ല, അയാൾ തോന്നിയത് ചെയ്യാണ്. ചിലപ്പോ അത് പഠിച്ചവൻ പറഞ്ഞ സാധനം ആയിപ്പോവും യാദൃശ്ചികമായിട്ട്, പക്ഷെ ഇവന്റെ വിഷയം പഠിച്ചവൻ പറഞ്ഞോളല്ലേ എന്നുള്ളതല്ല, ഇവന്റെ വിഷയം ഇവന് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവൻ ആരെയാണ് ഇലാഹാക്കുന്നത് എന്ന് വെച്ചാൽ സ്വന്തത്തെയാണ് ഇലാഹാക്കുന്നത്. സ്വന്തത്തെ ഇലാഹാക്കി കഴിഞ്ഞാൽ അള്ളാഹിന്റെ അടുത്ത് എന്താവൂല, രക്ഷപ്പെടും. അപ്പൊ അള്ളാഹിനെ ഇലാഹാക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് എല്ലാ കാര്യങ്ങൾക്കും യുക്തി വേണമെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമുക്കൊരൊറ്റ യുക്തിയെ വേണ്ടു. ആ യുക്തി അള്ളാഹിന്റെ പൊരുത്തം ഏതാണ് എന്നറിയുക എന്ന യുക്തിയാണ്.
അള്ളാഹുവിന്റെ പൊരുത്തം ഇന്നതിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ യുക്തി പിന്നെ വേറെ നോക്കേണ്ടതില്ല. പന്നിയിറച്ചി നമ്മൾ തിന്നാത്തത് പന്നിയിറച്ചി തിന്നാലുണ്ടാകുന്ന അപാരമായ രോഗത്തെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല. പന്നിയിറച്ചി തിന്നാൽ ഭയങ്കര ആരോഗ്യമുണ്ട് എന്നൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും നമ്മൾ പന്നിയിറച്ചി തിന്നൂല. കാരണം അള്ളാന്റെ പൊരുത്തം എന്നൊരൊറ്റ കാര്യമാണ്. വിവാഹവും വ്യഭിചാരവും തമ്മിൽ എന്താ വ്യത്യാസം? വിവാഹവും വ്യഭിചാരവും യുക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താ അപ്പൊ അതിലൊരു കഥ? ഈ പെണ്ണിന്റെ പോലും സാന്നിധ്യമില്ലാതെ രണ്ടാണുങ്ങൾ തമ്മിൽ ഒരു വർത്താനം പറയാണ്. അതാണ് നിക്കാഹ്, ഒരു കരാറ്. അതിനുശേഷം ഈ ആണും ഈ പറഞ്ഞ പാപ്പാന്റെ മോളും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് പവിത്രമായ ഒരു കാര്യമാണ്, അതൊരു ഇബാദത്താണ്, അതൊരു ഭയങ്കര സംഭവമാണ്, ആദരിക്കപ്പെടുന്നു. നമ്മളെങ്ങനെ വിളിച്ച് സൽക്കരിക്കും. ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. ഓൻ തന്നെ ഓളെ തെരഞ്ഞെടുക്കുന്നു, ഓളം തന്നെ ഓനെ തെരഞ്ഞെടുക്കുന്നു, ഓരോന്നിച്ച് ജീവിക്കുന്നു. അപ്പൊ നമ്മൾ അതിന് വ്യഭിചാരം എന്ന് പറയുന്നു. നിങ്ങൾ കേവല ഭൗതിക യുക്തിയിൽ ആലോചിച്ച് നോക്കൂ. എന്താ പേരൊരു പ്രശ്നം? വ്യഭിചാരത്തിൽ എന്താ പ്രശ്നം? കേവല ഭൗതിക യുക്തിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എന്താണ് ഇതിൽ കഥയുള്ളത്? അപ്പൊ യുക്തിപരമായിട്ട് ഇപ്പൊ രണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണോ സംഭവിക്കുക അത് തന്നെയാണ് കല്യാണം കഴിച്ച ആളമ്മലായാലും കഴിക്കാത്ത ആളമ്മലായാലും ഉണ്ടാവുക. ഭൗതികമായി എന്താ ഉള്ളത്? അതെ, അപ്പൊ കുറച്ചുകൂടി ഇടങ്ങേറല്ലേ? അതായത് ഭൗതിക യുക്തി വെച്ച് നോക്കുമ്പോ നമ്മൾ നമ്മളെ വീണ്ടും ഞെരുക്കല്ലേ ചെയ്യുന്നത്. ഈ ഇണകൾ തമ്മിൽ മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് നമ്മൾ കുറച്ചും കൂടി ചുരുക്കല്ലേ ചെയ്യുന്നത്. മറ്റേതെന്തൊരു ആരുമായും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും. നമ്മുടെ ഈ ലിബറൽ ചിന്താഗതിക്കാർ അങ്ങനെയാണല്ലോ പറയുന്നത്. ഈ നിങ്ങളിങ്ങനെ ഈ പരിധി വെച്ച് ഒരാൾ ഇത് എന്തൊരു, നിങ്ങളൊരു വല്ലാത്ത റിജിഡാണ് നിങ്ങൾ. കാരണം എന്താ പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ ഭാര്യ ഇങ്ങനെ എന്തിനാണ്? വളരെ ഹരല്ലേ മറ്റേത് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമം പോലും യഥാർത്ഥത്തിൽ ഇപ്പൊ ഇന്നലെയാണോ എന്നാണോ ഞാൻ വായിച്ചത്, മാഷ് വായിച്ചിരുന്നു. അതായത് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതെന്തല്ല, കുറ്റമല്ല, പീഡനമല്ല എന്ന് കോടതി വിധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ദിവസം. അത് ഭയങ്കര അത്ഭുതമുള്ള വിധി ഒന്നല്ല, ഇവിടുത്തെ നിയമം അതാണ്. ചെയ്യാം. അപ്പോ അതൊരു നമ്മളെ രാജ്യത്ത് നിയമപരമാണത്. ഉഭയകക്ഷി സമ്മതം എന്നാണ് അതിന് പറയാ. രണ്ടു കൂട്ടർക്കും മ്യൂച്വൽ, രണ്ടു കൂട്ടർക്കും പിന്നെ സമ്മതാണെങ്കിൽ പ്രശ്നം. ആളെ പേര് പറയണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച മുഴുവൻ ചോദ്യത്തിനും പത്രക്കാരോട് പറഞ്ഞത്, ഞാൻ ഇന്ത്യയിൽ ഒരു നിയമത്തെയും ലംഘിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ആദ്യം മുതൽ പറയുന്നുണ്ട് ഞാൻ ഇന്ത്യയിൽ ഒരു നിയമത്തെയും ലംഘിച്ചിട്ടില്ല. പിന്നെയും ഇദ്ദേഹത്തോട് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇന്ത്യയിൽ ഒരു നിയമത്തെ ലംഘിച്ചിട്ടില്ല. ക്ലിയർ ആണ്. അപ്പൊ എന്താണ്? അപ്പൊ നമ്മുടെ നിയമവും നമ്മുടെ ആ അർത്ഥത്തിൽ, അതേപോലെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ചാനൽ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെയൊക്കെ ഉള്ളത് ഇത് നടപ്പിലാക്കാനാണ്. ഒരു പ്രായപൂർത്തിയായ ഒരാൾക്ക്, ഒരാണിനും പെണ്ണിനും ഇഷ്ടമുള്ളത് ചെയ്തോടെ. നിങ്ങൾ എന്തിനാണ് അതിൽ പോയിട്ട് സദാചാര ഗുണ്ടായുസം കാണിക്കുന്നത് എന്നാണ് ചോദ്യം. എന്തിനാണ് നിങ്ങൾ അതിൽ ഇടപെടുന്നത്? എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? പക്ഷേ അങ്ങനൊക്കെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു മതകീയ പൊതുബോധമുണ്ട്. ആ പൊതുബോധം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നവരെ ഇപ്പോഴും സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും ഭ്രഷ്ട് കൽപ്പിക്കണമെന്നും അതൊരു മോശമാണ് എന്നുമുള്ള സംഗതി അൽഹംദുലില്ലാ അതിന്റെ അവസാനെങ്കിലും ഇപ്പൊ നിലക്കുന്നു. ആ ആ ആ നിങ്ങൾ പറഞ്ഞ വാക്കില്ലേ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. അതെ അതെ അതെ, അത് തന്നെയാണ് ഇവര് പറയുന്നത്. ലിബറലിസ്റ്റുകൾ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്.
എന്റെ ശരീരം, എന്റെ ഇഷ്ടം, അത് നിങ്ങളെ മേല് വരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നത്. പക്ഷെ ഇസ്ലാം പറയുന്നു നിങ്ങളെ ശരീരം നിങ്ങളതല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇഷ്ടമല്ല നടപ്പിലാക്കേണ്ടത്, അള്ളാഹിന്റെ ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടോ ഇല്ലേ, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള യുക്തി. ആൽക്കഹോള് നമ്മുടെ ശരീരത്തെയും മസ്തിഷ്കത്തെയും കാർന്നു തിന്നുന്നു, സമ്പൽഘടനയെ പൊളിക്കുന്നു, വികസനത്തിന് തുരമ്പകം വെക്കുന്നു എന്നതുകൊണ്ടല്ല നമ്മളാരും കുടിക്കാത്തത്, അല്ലേ? അങ്ങനെ തടിക്ക് കേടായത് കൊണ്ടാണ് കുടിക്കാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ടിയ പഞ്ചസാരയും. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. എന്നാലും പൊരേന്ന് പഞ്ചാരട്ട് കിട്ടാത്തവര് പുറത്തു പോയാൽ പഞ്ചാരട്ട് കുടിക്കുക. ഇടയ്ക്കാവാന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് പുറത്തും പോകും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ശരീരവും ആരോഗ്യവും അല്ല കരണ്ട് പോയി മദ്യത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത്, വ്യഭിചാരത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത്, പന്നിയിറച്ചി നമ്മൾ തിന്നാതിരിക്കുന്നത്, ആൺ പെൺ ഇടകലരലുകൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒക്കെ എന്തുകൊണ്ടാണ്? കല്യാണത്തിലെ ആർഭാടങ്ങളെ കുറിച്ചും അനാചാരങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു മറുവശം കൂടി ഇവിടെ പറയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കെടുത്ത കല്യാണം അങ്ങേയറ്റം മാതൃകാപരമായ ഒരു കല്യാണമായിരുന്നു. അപ്പോ അവിടെ ആണുങ്ങളെ സ്വീകരിക്കാൻ ആണുങ്ങളും അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലവും, പെണ്ണുങ്ങളെ സ്വീകരിക്കാൻ പെണ്ണുങ്ങളും അവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും. നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിന്മേലേക്ക് മറ്റേ കട്ടിലും കൊണ്ട് വരുന്ന പരിപാടിയൊന്നുമില്ല, പൂവെറിയലില്ല, പ്രശ്നങ്ങളില്ല. എത്ര രസമുള്ള, എന്തൊരു വൃത്തിയല്ല. ഞാന് ഒരുപാട് പണ്ടത്തെ ഒരു കല്യാണത്തിന് പോയി. നിസ്കാരത്തിനുള്ള സൗകര്യം അവിടെ വേറെ ഉണ്ട്, ഭക്ഷണത്തിലും അമിതത്തല്ല, നല്ല ഒരു പരിപാടി. ഇത് ഒറ്റ യുക്തി അതിനുള്ളൂ, പടച്ചോന്റെ പൊരുത്തം കിട്ടണം എന്നുള്ള വേറൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വരാം. അള്ളാഹു ദുൽമ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ യുക്തി ഒറ്റ യുക്തിയേ ഉള്ളൂ. നമ്മൾ പിന്നെ ഓരോന്നിനും യുക്തി ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, ഒറ്റ യുക്തിയേ ഉള്ളൂ. നമ്മൾ ബസ് കയറുന്ന പോലെയാണ്. നമ്മൾ ബസ് കയറുന്നതിന്റെ മുന്നേ ബസ്സിന്റെ ബോർഡ് നോക്കണം, നമുക്ക് പോകേണ്ട സ്ഥലത്തൂടി പോകുന്നതാണോ നോക്കണം. അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ബസ് കയറി ഇരുന്നാല് പിന്നെ ഡ്രൈവർ ആ വളക്കണേ ശരിയായോ ഈ വളക്കണേ നേരായോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതാ നമ്മളെ കയറുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ശരിയായ വണ്ടിയിൽ കയറി, പിന്നെ ഡ്രൈവർ ആണ് കൊണ്ടുപോവുക. അപ്പൊ അള്ളാഹു എന്റെ സൃഷ്ടാവാണെന്നും അവനാണ് എന്നോട് കൽപ്പിക്കേണ്ടതെന്നും എന്റെ ജീവിതം അവന് സമർപ്പിക്കുന്നു എന്നും തീരുമാനിച്ചാൽ പിന്നെ അള്ള പറയാണ് രാവിലെ തിന്നണോ തിന്നണോ, രാത്രി തിന്നണോ തിന്നണോ, പകൽ തിന്നാൻ പാടില്ല, ഒരു മാസം തിന്നാൻ പാടില്ല, വേണ്ട. മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. റമദാനിന്റെ അവസാനത്തെ ദിവസം പകല് ഭക്ഷണം കഴിക്കൽ ഹറാമാണ്, തൊട്ടടുത്ത ദിവസം പകല് പട്ടിണി എടുക്കൽ ഹറാമാണ്. ആലോചിച്ചു, എന്താ പേര് ഭൗതിക യുക്തി? റമദാനിന്റെ അവസാനത്തെ ദിവസത്തിന്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ പെരുന്നാളല്ലേ, അന്ന് നോമ്പോൽക്കൽ ഹറാമാണ്. അതിന്റെ പിറ്റേ ദിവസം നോമ്പോൽക്കൽ സുന്നത്താണ്, വേണേ ചെയ്യാ വേണേ ചെയ്യാണ്ടിരിക്കാൻ, അല്ലേ? അപ്പോ എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് മാറുമ്പോഴേക്ക് തിന്നല് ഹലാലാവുന്നു, ആ സെക്കൻഡ് ഇങ്ങോട്ട് മാറുമ്പോഴേക്ക് ഹറാമാവുന്നു. ഇതിലൊക്കെ എന്താ ഭൗതിക യുക്തി? അള്ളാണ് കൽപ്പിക്കാൻ അധികാരമുള്ളവൻ. ഇങ്ങനെയാണ്. ذلك نتلوه عليك من الآيات والذكر الحكيم. ذلك അത് നത്ലൂഹു നാം അത് ഓതി കേൾപ്പിക്കുന്നു, അലൈക താങ്കൾക്ക്, മിനൽ ആയാത്ത് ആയത്തുകളിൽ പെട്ടതാണ്, വസിക്ർ ഉത്ബോധനത്തിൽ പെട്ടതാണ്, അൽ ഹക്കീം യുക്തിപൂർവമായ. അതായത് ഒരു വാമൊഴിയായിട്ട് എവിടുന്നോ പറഞ്ഞു കേൾക്കുന്ന എന്തോ ഒരു വിവരം എന്നല്ല ഈ ഇതുവരെ പറഞ്ഞ ഈ സംഭവം. നിങ്ങളിപ്പോ എഴുതിയ സംഭവമല്ലേ, മനസ്സിൽ എഴുതി എന്നാണ് ക്ലാസ്സിൽ എഴുതാൻ വിചാരിച്ച. ഇതൊന്നും ഒരു ആരോ പറഞ്ഞതോ എവിടുന്നോ കേട്ടതോ അല്ല. ഇതൊക്കെ നാം നിങ്ങളെ ഓതി കേൾപ്പിക്കുകയാണ്. എന്താണ്? ഇതൊക്കെ അള്ളാഹുവിന്റെ വചനങ്ങളിൽ പെട്ടതാണ്. ഇനി
ആലു ഇമ്രാൻ അധ്യായം എടുക്കുന്ന ആമുഖമായിട്ട് ഞാൻ ഒരു സംഭവം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്ക് വേണ്ടത് അതെന്താ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ ചില ആൾക്കാർ പറയുന്നു, ചില ഉത്തരം തെറ്റുന്നു, ഇതിനൊക്കെയാണ്. അതിനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്. അതായത് നജ്റാനിൽ നിന്നുള്ള ഒരു സംഘം മദീനത്തു നബിയിലേക്ക് വരികയാണ്. ആ കാലം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും സംസാരിക്കാനും വേണ്ടി വ്യത്യസ്ത ഗോത്രങ്ങളും രാജ്യക്കാരും വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമാണ്. നിവേദക സംഘങ്ങളുടെ വർഷം എന്നാണ് പറയാം. നബിയെ ആക്ഷേപിക്കുകയും കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയും നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്ത ഒരു ഭൂതകാലം കഴിഞ്ഞുപോയി. പിന്നീട് മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു. അതിന്റെ നിലനിൽപ്പായിട്ട് മുന്നോട്ട് പോയി. അപ്പോഴും ശത്രു അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ വന്ന് ആക്രമിക്കാനും കൈകാര്യം ചെയ്യാനും അകത്തുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെ ഉള്ള പണി നടത്തി. ഇപ്പോഴാ ഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴെത്തി നിൽക്കുന്ന ഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ, ആളുകൾ ഇങ്ങോട്ട് വരികയാണ്, അലയൻസിന് വേണ്ടി വരികയാണ്, സഖ്യമുണ്ടാക്കാൻ വേണ്ടി വരികയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ധാരണകളിൽ എത്തണമെന്ന് വിചാരിച്ചിട്ട് സമീപ പ്രദേശത്തുള്ള ഭരണാധികാരികൾ നേരിട്ടും അവരാളെ പറഞ്ഞയച്ചും പ്രതിനിധികൾ വഴിയും ഒക്കെ വന്ന് സംസാരിക്കുന്ന ഒരു കാലം. അപ്പോഴാണ് നജ്റാനിലെ ക്രൈസ്തവരായ ആളുകള് ഒരു സംഘമായിട്ട് നബിനെ കാണാൻ വരികയാണ്. ആ സംഘത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ അവരുടെ പുരോഹിതന്മാരുണ്ട്, രാഷ്ട്രതന്ത്രജ്ഞന്മാരായ ആളുകളുണ്ട്, സാമ്പത്തിക വിദഗ്ധരുണ്ട്, കച്ചവട പ്രമുഖരുണ്ട്. ഇങ്ങനെയൊക്കെ കൂടിയുള്ള ഒരു പ്രതിനിധി സംഘം വരികയാണ്. ആ വരവിന്റെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. മുഹമ്മദ് നബിനെ ക്രിസ്ത്യാനിയാക്കുക. കാരണം ഇത്രയും നല്ലൊരു സംഗതിയൊക്കെ പറഞ്ഞ ഒരു സംഗതി ഒക്കെ ഉണ്ടായൊക്കെ ലെവലായി. ഇനി ഇദ്ദേഹം ഇങ്ങോട്ട് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് കിട്ടുന്നതാണ്. ആ ശ്രമം പരാജയപ്പെട്ടാൽ അദ്ദേഹത്തെ ശപിച്ചുകൊണ്ട് തിരിച്ചു വരിക. ഇതാണ് അവരുടെ ഉദ്ദേശം. അവർ വന്നു, അതിഥികളാണ്, മദീനയിലെത്തി. വളരെ മാന്യമായ നിലയിൽ അവരെ സ്വീകരിച്ചു. പള്ളിയിലേക്കാണ് സ്വീകരിച്ചത്. പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. പള്ളികളിൽ സ്വീകരിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ കേരളത്തിലെ 3 പ്രദേശത്തെ പള്ളികൾ സന്ദർശിച്ചു. അതൊരു എക്സലൻസ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് പോയതാണ്. പള്ളികളിൽ ഒരുക്കിയ സൗകര്യങ്ങൾ, സംഗതികളൊക്കെ കണ്ടും കാണിച്ചും. അങ്ങനെ ഞാനിങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നി, നമ്മളെ പ്രസിഡന്റിനും സെക്രട്ടറിനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ആ സ്ഥലത്തൂടെയൊക്കെ പോയാൽ അത് നമുക്കും കൂടി ഉപകാരപ്പെടുന്നു തോന്നിയിട്ടുണ്ട്. നിങ്ങൾ താല്പര്യം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം പോവാം. അപ്പോ പള്ളിയിൽ അങ്ങനെ കുറെ സംഗതികളുണ്ട്. അങ്ങനെ സ്വീകരിച്ചു. അപ്പോഴാണ് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള നേരം. അപ്പോ അവര് അസ്വസ്ഥരായി. അസ്വസ്ഥപ്പെടണ്ട, നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ആരോട് പ്രാർത്ഥിക്കാൻ? എന്തായി പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇസ്ലാമിനെ കുറിച്ചാണ് മനുഷ്യന്മാരിത് പറയുന്നത്. ആ ആളുകളുടെ പ്രാർത്ഥന തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു നബിയുടെ പള്ളിയിലാണ് ഇവർ വന്നത്. അവിടുന്നാണ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവരുമായിട്ട് സംസാരം നടക്കുകയാണ്. ആ സംസാരത്തിൽ അവർ നബിയോട് പറഞ്ഞു, താങ്കള് യേശുവിനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ, യേശു അടിമയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ പറഞ്ഞു, അതൊരു ആക്ഷേപമല്ല, അതൊരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ അടിമയാണ് ആര്? യേശു. അതെങ്ങനെ ശരിയാവും? അപ്പോ യേശു പിതാവില്ലാതെ ജനിച്ചു എന്നല്ലേ താങ്കൾ പറയുന്നത്? കാരണം ഇവര് പറയുന്നത് അള്ളാണ് പിതാവ് എന്നാണ്, അള്ളാന്റെ മോനാണിത് എന്നാണ്. അപ്പോ അല്ല പിതാവ് എങ്കിൽ പിന്നെ പിതാവ് എവിടെ? പിതാവില്ലാതെ ജനിച്ചു എന്നല്ലേ താങ്കൾ പറയുന്നത്? ഇതിന് വല്ല മുന്നനുഭവം ഉണ്ടോ? ഇത് വേറെ എവിടെയെങ്കിലും നടന്ന കാര്യമാണോ എന്നാണ്. അപ്പോൾ വഹി ഇറങ്ങി.
ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഇന്ന മസല ഈസ, ഈ നബിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ ആരെങ്കിലുമായിട്ട് സംവാദം നടത്തുകയാണെങ്കിൽ നമുക്ക് തെളിവ് നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്തിട്ട് ഖുറാനിൽ നിന്ന് അത് ഈന്റെ തെളിവാണെന്ന് കണ്ടെത്തി പറയണം. റസൂലുള്ളാഹിക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യണം? പറയരുത്. ഇന്ന മസല ഈസ, നിശ്ചയമായും ഈസയുടെ ഉപമ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത്, കമസലി ആദം, നിങ്ങൾ ഈ പറയണതിന് വല്ല മുന്നനുഭവം ഉണ്ടോ? ഇങ്ങനെ സംഭവിക്കുവോ? ഇത് നടക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പോ അള്ളാഹ് പറയാണ്, ആദമിനെ പോലെയാണ് ഈസ. ഖലഖഹു, നാം അദ്ദേഹത്തെ സൃഷ്ടിച്ചു, മിൻ തുറാബ്, മണ്ണിൽ നിന്ന്, സുമ്മ, പിന്നീട്, ഖാല, നാം പറഞ്ഞു, ലഹു, അതിനോട് പറഞ്ഞു, കുൻ, ഉണ്ടാവുക, ഫയകൂൻ, ഉണ്ടായി. അപ്പൊ അള്ളാന്റെ ചോദ്യം വാപ്പ ഇല്ല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അള്ളയാണ് വാപ്പ എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആദ്യം അള്ള വാപ്പാന്റെ ആരുതാണ്? ആദമിൻ്റെതല്ലേ, ഹവ്വയുടേതല്ലേ? യേശുവിനെ ഉമ്മെങ്കിലുണ്ട്, ആദമിന് ഉമ്മയില്ല വാപ്പയില്ല. അപ്പൊ യേശുവിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ദൈവപുത്രനാകേണ്ടത് ആരാണ്? അപ്പൊ നിങ്ങളെ യുക്തി എന്തല്ല? ശരിയല്ല. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. അള്ളാഹുവിന്റെ അടുത്ത് അൽ ഹഖ് മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. അൽ ഹഖ് മിർ റബ്ബിക്, ഇത് നിന്റെ നാഥനിൽ നിന്നുള്ള ഹഖായ കാര്യമാണ്. ഫലാ തകുൻ, അതുകൊണ്ട് നീ പെട്ടുപോകരുത്, മിനൽ മുംതരീൻ, സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഇത് വളരെ കൃത്യമായിട്ട് പറയാണ്. അപ്പോൾ ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് കുൻ എന്ന് പറഞ്ഞപ്പോ ആദമായി. ഹവ്വയെ സൃഷ്ടിച്ചു. ചില ഹദീസുകൾ പ്രകാരം ആദമിന്റെ വാരിയല്ലിൽ നിന്ന്. അതെങ്ങനെ വാരിയല്ല എടുത്തത്? അപ്പൊ ആദം നബിക്ക് വേദനയോ? ഈ ജാതി ചോദ്യത്തിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഹദീസിൽ അങ്ങനെ വന്നാൽ നമ്മളത് വിശ്വസിക്കാം. ആ ഒരു വളവ് എന്താക്കരുത്, പിടിച്ചു വലിച്ച് നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു മയത്തിലും പാകത്തിലും ഇഞ്ഞു നേരാക്കിയാൽ നേരാവുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ നേരാക്കണോന്ന് തന്നെ വളഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നേരാക്കാനായിട്ട് കഴിയയില്ല. അതുകൊണ്ട് അപ്പൊ വാരിയല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെതായ ഒരു വളവ്, അതൊരു പോരായ്മയൊന്നുമല്ല. അപ്പൊ അത് നേരാക്കുക എന്നുള്ളൊരു പണി കൂടെ ജീവിക്കുന്നവരെടുക്കണം. അതിനെ കൂടുതൽ വളയ്ക്കരുത്, പിടിച്ചലിച്ച് പൊട്ടിക്കരുത്. നല്ല സാവകാശം. ചിലരൊക്കെ അതിൽ വിജയിക്കും, ചിലര് സ്വയം വളയും. നേരാക്കാൻ പോയാൽ വളഞ്ഞു പോവാ, അങ്ങനെയുണ്ടല്ലോ. കൊയല് ഇട്ടിട്ട് കൊയല് വളഞ്ഞു പോയ കഥ ഉണ്ട്. അപ്പോ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു വിവരമല്ലാതെ ഈ വിഷയത്തിൽ നമുക്ക് അറിയില്ല. എന്തായാലും വാപ്പ ഇല്ല എന്ന ഒരു ന്യായത്തിൽ അള്ളയാണ് വാപ്പ എന്ന് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ എന്ന് ചോദിക്കുന്നു. ഇനിയോ فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندع أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. ഫമൻ ഹാജക, ഇനി നിന്നോട് ആരെങ്കിലും തർക്കിച്ചാൽ, ഫീഹി, അതിൽ, മിൻ ബഅദി, ഇതിനൊക്കെ ശേഷവും, മാ ജാഅക, നിനക്ക് വന്നെത്തിയതിന് ശേഷം, മിനൽ ഇൽമ, യഥാർത്ഥമായ ജ്ഞാനം വന്നെത്തിയതിന് ശേഷം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ബോധ്യായി. ഇനിയും തർക്കിക്കുകയാണെങ്കിൽ ഫഖുൽ, പറയുക, തആലൂ, നിങ്ങൾ വരിക, നദഉ അബ്നാഅനാ വ അബ്നാഉകും, നമുക്ക് നമ്മളെ മക്കളെ വിളിക്കാം, നിങ്ങളെ മക്കളെയും വിളിക്കാം, വനിസാഅനാ വനിസാഅകും,
ഞങ്ങളെ പെണ്ണുങ്ങളെയും വിളിക്കാം, നിങ്ങളെ പെണ്ണുങ്ങളെയും വിളിക്കാം. വഅൻഫുസനാ വഅൻഫുസകും, ഞങ്ങൾ ഞങ്ങളെ തന്നെയും വിളിക്കാം, നിങ്ങൾ നിങ്ങളെ തന്നെയും വിളിക്കുക. സുമ്മ, പിന്നെ നബ്തഹിൽ, നമുക്ക് ഉള്ളറിഞ്ഞ് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം, അഥവാ മുബാഹല നടത്താം. മുബാഹല നടത്താം. ഫനജ്അൽ ലഅനതല്ലാഹി അലൽ കാദിബീൻ, അങ്ങനെ അള്ളാഹുവിന്റെ ശാപം കള്ളം പറയുന്നവരുടെ മേൽ നമുക്കാക്കാം. ഇപ്പൊ മുബാഹല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ മുബാഹല എന്ന് പറയുന്ന സംഭവം മാസത്തിലോ ആഴ്ചയിലോ കൊല്ലത്തിലോ ഒന്നും നടത്തേണ്ട ഒരു സാധനമൊന്നുമല്ല. അതൊരു സന്നിഗ്ധ ഘട്ടത്തിൽ നടത്തേണ്ടതാണ്. 1989 മെയ് മാസം 28 കൊടിയത്തൂരിൽ വെച്ച് ഒരു മുബാഹല നടന്നിട്ടുണ്ടായി. ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ഡേറ്റ് ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ്, തെറ്റാണെങ്കിൽ ഡേറ്റേ തെറ്റുള്ളൂ. മുബാഹല അവിടെ നടന്നത്. പിന്നെ ഒരു ഭാഗത്ത് അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാം എന്ന് പറയുന്ന സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, തെരീഖത്ത്, ഇങ്ങനെ എല്ലാ വിഭാഗവും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാം. അതൊരു ഭാഗത്തും, മറുഭാഗത്ത് ഖാദിയാനികളും നിന്നുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു മുബാഹലയാണ്. അപ്പോൾ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാണ് എന്ന് അവരും, അങ്ങനെ ഒരു നബി ഉണ്ടാവൂല, അവസാനത്തെ നബി മുഹമ്മദ് നബിയാണെന്ന് മുസ്ലിങ്ങളും ശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മുസ്ലിങ്ങൾ വാദിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ പ്രമാണങ്ങളൊക്കെ വെച്ചതിന് ശേഷവും അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുമായിട്ട് നടത്തിയ ഒരു മുബാഹലയാണ്. ആ മുബാഹലയിൽ ഇതാണ് സംഭവിക്കുക. അപ്പോ അതെപ്പോഴും നടത്തേണ്ടതല്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാണ്, ഓലെ വിളിച്ചോ, മുബാഹല നടത്താൻ. കാരണം ഓലോടതെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് അവര് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നില്ല. അത് പിന്നെ ഓല അതിൽ തന്നെ കുറച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ അതാണ് ചെയ്യേണ്ടത്. പക്ഷേ അവരെന്ത് ചെയ്തെന്നറിയണോ? അങ്ങനെ മുബാഹല നടത്തുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ പറയുന്നത് സത്യമല്ല, താങ്കൾ പറയുന്നതാണ് സത്യമെങ്കിൽ, നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ ഞങ്ങളുടെ മേൽ ദൈവകോപം ഉണ്ടാവട്ടെ, ശാപം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ്. ഓലോട് ഇത് പറഞ്ഞപ്പോ ഓല് പറഞ്ഞ്, ഞങ്ങളുടേതായ ആരാധനാ രീതികളുമായ ഒരു സമൂഹമായിട്ട് ജീവിക്കാം, നിങ്ങളെ രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കാം, നിങ്ങൾക്ക് ജിസിയ തരാം, അതിന് പറ്റുമോന്ന് ചോദിച്ചു. നബി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭരണത്തെ അംഗീകരിച്ച് നിങ്ങൾക്ക് നികുതി തരാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? ഓക്കെ പറഞ്ഞു. അതൊന്നും പറ്റൂല, നിങ്ങൾക്ക് ഈ വാദം തിരിഞ്ഞില്ലേ, അപ്പൊ വിശ്വസിച്ചിട്ടേ പോകാൻ പറ്റൂന്ന് പറഞ്ഞില്ല. അവരുടെ സ്വാതന്ത്ര്യം. കാര്യങ്ങളൊക്കെ തെളിയിച്ചു കൊടുത്തു, വൃത്തിയായി പറഞ്ഞു കൊടുത്തു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുബാഹല നടത്താന്ന് പറഞ്ഞു. അവര് മുബാഹലക്ക് ഒരുക്കമായില്ല, അവരതിന് നിന്നില്ല. കാരണം ഓൽക്കറിയാം ഈ ശാപം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച പ്രശ്നമാണ്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരിങ്ങോട്ട് തിരിച്ചു വേറൊരു സംഗതി മുന്നോട്ട് വെച്ചു. അതെന്താന്ന് വെച്ചാൽ, മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ കീഴിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ജീവിച്ചു കൊള്ളാം. അതിന്റെ സംരക്ഷണം നൽകുന്നതിനാണല്ലോ ടാക്സ് കൊടുക്കുന്നത്. രാജ്യത്തിന് പൗരന്മാർ ടാക്സ് കൊടുക്കും. ആ ടാക്സ് ജിസിയ ഞങ്ങൾ തരാം. റസൂൽ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ അവര് പോയി. പിന്നീട് മദീന രാജ്യത്തിന് ജിസിയ കൊടുക്കുന്ന ഒരു സംഗതിയായിട്ട് നജ്റാൻ മാറി എന്നതാണ് ചരിത്രം. അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ വിട്ടുവീഴ്ച, അവരെ സ്വീകരിച്ചത്, അവരെ ട്രീറ്റ് ചെയ്തത്, അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത്, സൗഹൃദം തകർന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് കാര്യം പറയാണ്ടിരുന്നിട്ടില്ല. കാര്യമൊക്കെ പറഞ്ഞു, അതിൽ സൗഹൃദം ഒന്നും പോണില്ല, പറയേണ്ട മാന്യമായ രീതിയിൽ പറഞ്ഞു. എന്നിട്ടും അവർ അംഗീകരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അവരെ ആക്ഷേപിക്കുകയോ ശകാരിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം അവര് ആവശ്യപ്പെട്ട അപേക്ഷ സ്വീകരിച്ച്, അവര് ചെയ്യുന്നത് ശിർക്കാണ്, പക്ഷെ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ ശിർക്കനുസരിച്ച് അവർക്ക് ജീവിക്കാം. പക്ഷെ എന്തുണ്ടായാൽ മതി? രാജ്യവുമായിട്ട് ധാരണയിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അജിദ്രോം ചെയ്യാൻ പാടില്ല. അജിദ്രോം ചെയ്താൽ കൈകാര്യം ചെയ്താൽ. അപ്പൊ ആളുകൾ പറയുന്നു,
പിന്നെ ഇസ്ലാമിൽ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരോട് ജിസിയ വാങ്ങുന്ന പരിപാടി ഉണ്ട്. അവ രണ്ട് നിലക്കാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കണം, അവരുടെ സ്വത്തിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കും. മുസ്ലിങ്ങളല്ലാത്തവരോട് സക്കാത്ത് വാങ്ങൂല. അപ്പൊ അവര് രാജ്യത്തിന് കൊടുക്കേണ്ടുന്ന നികുതിയാണ് ജിസിയ. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് മുസ്ലിമായിട്ട് സക്കാത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മുസ്ലിം അല്ലാതെ ജിസിയ കൊടുത്ത് ജീവിക്കാം. ഇത്ര വലിയ വിശാലത വേറെന്താ? നിർബന്ധമായിട്ടും നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം. നമ്മളോട് പറയുന്ന മാതിരി ദേശീയ മുഖ്യധാരയിൽ അലിഞ്ഞു ചേരണം എന്നൊന്നും ആരും പറയുന്നില്ല. നിങ്ങളെ ഇതായിട്ട് പോയിക്കോ. അപ്പോ എന്ത് ചെയ്യണം? ടാക്സ്. ആ അതെ, അത് ജിസിയ വാങ്ങാന്ന് അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഹിന്ദുക്കളോട് ജിസിയ വാങ്ങാന്ന് പറയുന്നതിന്റെ കാര്യം, ഇത്രയും വലിയ അധികാരവും സംവിധാനങ്ങളും ഉണ്ടായിട്ടും അവിടെ ഒരാൾക്ക് ഹിന്ദുവായും ക്രിസ്ത്യാനിയായിട്ടും ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ജിസിയ. പക്ഷെ അതേ തെളിവിനെയാണ് എന്ത് ചെയ്യുന്നത്? അട്ടിമറിച്ചു പോലെ. ഏതായാലും മുബാഹല അവിടെ നടന്നില്ല. ആ മുബാഹലയിൽ നിന്ന് അവർ പിരിഞ്ഞു. അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ജിസിയ തരാൻ തയ്യാറായി എന്നതാണ്. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം. ഇന്ന ഹാദാ, നിശ്ചയമായും ഇത്, ലഹുവ, ഇത് തന്നെയാണ്, അൽ ഖസസ്. ഖസസ് എന്ന് പറഞ്ഞാൽ കഥ, സംഭവ വിവരണം, പിന്തുടരൽ എന്നാണ് കേട്ടോ യഥാർത്ഥത്തിൽ. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് ഒരു സംഭവത്തെ പിന്തുടരലായതുകൊണ്ടാണ് അതിനെ ഖസസ് എന്ന് പറയുന്നത്. അൽ ഹഖ്, സത്യസന്ധമായിട്ടുള്ള. വമാമിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല. വഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു, ലഹുവ, അവൻ തന്നെയാണ്, അൽ അസീസുൽ ഹകീം, പ്രതാപവാനും യുക്തിമാനും അല്ലാഹു തന്നെയാണ് എന്നർത്ഥം. അപ്പോൾ അവിടെ നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവരെ സ്വീകരിച്ചത് മാതൃകാപരമാണ്, സംവദിച്ചത് മാതൃകാപരമാണ്. ഒടുവിൽ അവർക്ക് ഉത്തരം മുട്ടിയപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ അവരെ നിർബന്ധിച്ചില്ല എന്നത് മാതൃകാപരമാണ്, അഭിമാനകരമാണ്. അവരോട് ജിസിയ വാങ്ങി അവരെ ആ രാജ്യത്ത് ജീവിക്കാൻ വിട്ടു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അവരാരാണ്? ഷിർക്ക് ചെയ്യുന്നവരാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, കഠിനമായ അക്രമമാണ് ഷിർക്ക് എന്നറിയാം. പക്ഷേ ഷിർക്ക് ചെയ്യാനാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് ഷിർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഷിർക്കും ഒട്ടുമേ ഷിർക്കില്ലാതെ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ബാധ്യതയുള്ള കാര്യമാണ് എന്നർത്ഥം. അത്ര ക്ലിയറാണ്. അപ്പൊ അതുകൊണ്ട് അവര് മുബാഹല നടത്താതെ അവര് പിരിഞ്ഞു. അവര് ജിസിയ തരാൻ തീരുമാനിച്ചിട്ട് പോയി. അള്ളാഹു അതിനോട് ചേർത്ത് പറയാണ്, ഇത് സത്യസന്ധമായ സംഭവ വിവരണമാണ് കേട്ടോ. തീർച്ചയായിട്ടും അല്ലാത്ത ഇലാഹില്ല കേട്ടോ. നിങ്ങൾ ജിസിയ എന്നാ മതി, നിങ്ങളവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങുന്ന ചെയ്തോളി എന്ന് പറഞ്ഞാൽ ഇതിലെന്തോ സംശയം ഉണ്ടായിട്ടല്ല, ഇത് അക്കാണ്, ഇത് ഉറപ്പാണ്. പക്ഷെ അത് ഉറപ്പായിരിക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒട്ടും ഉറപ്പില്ലാത്തൊരു സംഗതി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അത് അള്ളാഹു തന്ന സ്വാതന്ത്ര്യമാണ്. വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം, തീർച്ചയായിട്ടും പ്രതാപിയും യുക്തിമാനും അള്ളാഹു തന്നെയാണ്. മതചിന്തകൾ വെടിഞ്ഞുകൊണ്ട് മനുഷ്യൻ ഒന്നാവലല്ല. ഈ മതചിന്ത ഉണ്ടെങ്കിലാണ് മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മനുഷ്യന്റെ സ്വയം നിർണയാവകാശത്തെയും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മളെന്തോ ഒരു കുറ്റബോധത്തോടെ മാപ്പുസാക്ഷി സ്വഭാവത്തോട് കൂടിയിട്ട് അല്ല. ഇതേപോലെ ബഹുമത സമൂഹത്തിൽ തന്നെയാണ് റസൂലും ജീവിച്ചത്. എല്ലാവരോടും എങ്ങനെ പെരുമാറണം എന്ന് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമുക്ക് വളരെ സുഖകരമായി അഭിമാനബോധത്തോടെ തന്നെ ബഹുമത സമൂഹത്തിൽ ജീവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അവരോട് മാനുഷികമായ ഒരു ബന്ധവും ഇസ്ലാം വിലക്കിയിട്ടില്ല.
അതുകൊണ്ടാണ് അവരിൽ നിന്ന് ജിസിയ എങ്ങോട്ട് വാങ്ങുന്നു, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇവിടുന്ന് അങ്ങോട്ടും നൽകുന്നു. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ അവരുടെ ദീൻ അംഗീകരിക്കുന്നില്ല, ഇവരുടെ ദീൻ അവരും അംഗീകരിക്കുന്നില്ല. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.